സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. 5 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും 9 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ഷട്ടറുകൾ ഇന്ന് തുറന്നേക്കും. 135.60 അടിയാണ് നിലവിലെ ജലനിരപ്പ്. അപകട മേഖലയിലെ കുടുംബങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് ഇടുക്കി ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശമുണ്ട്. 20 ക്യാമ്പുകൾ തുറക്കുമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു. വിവരങ്ങളുമായി ആൽവിൻ തോമസ് ആണ് ഈ വാർത്താ പ്രഭാതത്തിൽ തത്സമയം ആദ്യമായി നമുക്കൊപ്പം എത്തുന്നത്. ഗുഡ് മോർണിംഗ് ആൽവിൻ. ആൽവിൻ, ഒരു മനോഹരമായ വെള്ളച്ചാട്ടത്തിന്റെ പശ്ചാത്തലത്തിൽ നിൽക്കുന്നത് കാണാം. മുല്ലപ്പെരിയാറിന് തൊട്ട് ആ പ്രദേശത്തായിരിക്കുമല്ലോ ആൽവിൻ. അപ്പോൾ ഇന്ന് തന്നെ ഈ നീരൊഴുക്ക് കൂടിയാൽ ഇന്ന് തന്നെ തുറക്കും എന്ന് തന്നെ കരുതണോ ആൽവിൻ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമുക്കറിയാവുന്ന പോലെ ഇടുക്കി എന്ന് പറയുന്നത് വെള്ളച്ചാട്ടങ്ങളും ചെറുതും വലുതുമായി അനവധിയുണ്ട്. നമ്മളിപ്പോൾ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇന്ന് ഏതാണ്ട് ഇപ്പോൾ അല്പം മുമ്പ് വന്ന റീഡിംഗ് അനുസരിച്ച് പറയുകയാണെങ്കിൽ 135.60 എന്ന നിലയിലാണ് ഇതിൻ്റെ ജലനിരപ്പുള്ളത്. 136 ഈ ഡാമിന് ഈ മാസം 30 വരെ നൽകിയിരിക്കുന്ന റൂൾ കർവ്. അങ്ങനെയെങ്കിൽ നേരത്തെ തന്നെ തമിഴ്നാട് ജില്ലാ ഭരണകൂടത്തിന് ഇടുക്കിയിലെ ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. 136 അടിയാകുമ്പോൾ വെള്ളം ഷട്ടർ തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കും എന്നുള്ളതാണ് അറിയിച്ചിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള മുൻകരുതലുകൾ ജില്ലാ ഭരണകൂടം നടത്തിയിട്ടുണ്ട്. ഏതാണ്ട് 883 കുടുംബങ്ങളോട് മാറി താമസിക്കണമെന്നും അല്ലെങ്കിൽ സാഹചര്യമില്ലാത്തവർ ക്യാമ്പുകളിലേക്ക് മാറണമെന്നുമുള്ള ഒരു നിർദ്ദേശം നേരത്തെ ജില്ലാ ഭരണകൂടം നൽകിയിരുന്നു. അത് ഏതാണ്ട് 3220ഓളം ആളുകളോടാണ് ഇത്തരത്തിലുള്ളൊരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. ഈ വെള്ളം ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യമുണ്ടായാൽ പെരിയാറ്, മഞ്ചുമല, ഉപ്പുതറ, ഏലപ്പാറ, അയ്യപ്പൻ കോവിൽ, കാഞ്ചിയാർ, ആനവിലാസം തുടങ്ങിയ മേഖലകളിലൊക്കെയാണ് ഈ വെള്ളം ഒഴുകി പോവുക. സ്വാഭാവികമായി പ്രദേശത്തുള്ള ആളുകൾ, ഇരുകരകളിലുമുള്ള ആളുകൾ ജാഗ്രത പാലിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ആളുകളോട് മാറി താമസിക്കണമെന്നുള്ള അറിയിച്ചിട്ടുള്ളത്. അപകടകരമായ രീതിയിൽ ഒരിക്കലും വെള്ളം വരാനുള്ള സാധ്യത ഇപ്പോഴില്ല എങ്കിൽ പോലും ജലനിരപ്പ് ഉയർന്നു വരുമ്പോൾ അപകടം വരുന്ന മേഖലയുണ്ടെങ്കിൽ ആ പരിസരത്തുള്ള ആളുകളാണ് അടിയന്തരമായി മാറി താമസിക്കണം എന്നുള്ളൊരു നിർദ്ദേശം ജില്ലാ കളക്ടർ നൽകിയിട്ടുള്ളത്. ഏതാണ്ട് 135.60 എന്ന നിലയിലാണ് ഇപ്പോൾ അല്പം മുമ്പ് വന്ന റീഡിംഗ് ഉള്ളത്. ഈ പ്രദേശത്ത് ഡാമിൻ്റെ വൃഷ്ടിപ്രദേശത്ത് മഴ കുറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്നുവെങ്കിൽ പോലും ഇടുക്കി ജില്ലയിൽ ഒന്നാകെ മഴയ്ക്ക് കുറവുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെയും കഴിഞ്ഞ മണിക്കൂറുകളിലെയും മഴയെ അപേക്ഷിച്ച് വളരെ കുറവാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക. ഏതായാലും വരുന്ന മണിക്കൂറുകളിലും ജാഗ്രതകൾ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. അത് തുടരുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ട് 136 അടിയിലേക്ക് എത്തിയാൽ തുറക്കും എന്നുള്ളതാണ് തമിഴ്നാട് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതിന് വേണ്ട മുൻകരുതലുകൾ, നടപടികളൊക്കെയുമായി ഇടുക്കി ജില്ലാ ഭരണകൂടം ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ആൽവിൻ, ഒരു കാര്യം കൂടി, ഇപ്പോൾ ഇടുക്കിയിൽ കാര്യമായ മഴയില്ല എന്നുള്ളത് ആൽവിൻ്റെ ആ ഫ്രെയിം കാണുമ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇടുക്കിയിലെ ഒരു മഴ സാഹചര്യം എങ്ങനെയാണ് ആൽവിൻ? ഇടവിട്ട് പെയ്യുകയാണോ അതോ ഇപ്പോൾ കുറച്ച് മണിക്കൂറുകളായി മഴയില്ലാത്ത സാഹചര്യമാണോ? എങ്ങനെയാണ് ഇടുക്കിയിലെ മഴ സാഹചര്യം? പിന്നെ ഒരു ദിവസം മുമ്പ് അതിശക്തമായ മഴയും കാറ്റുമായിരുന്നു ഹൈറേഞ്ചിലെയും ലോ റേഞ്ചിലെയും മുഴുവൻ മേഖലകളിലും ഉണ്ടായിരുന്നത്. ഏതാണ്ട് 210 മില്ലിമീറ്റർ മഴ ഏതാണ്ട് ഇടുക്കിയിലെ ആവറേജ് 5 താലൂക്കുകളിലുമായി പെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ കണക്കെങ്കിൽ ഇന്നലെ മഴയ്ക്ക് കുറവുണ്ടായി, ശമനമുണ്ടായിട്ടുണ്ട്. പൊതുവെ ഹൈറേഞ്ചിലും ലോ റേഞ്ചിലും ഇടവിട്ട് മാത്രമാണ് മഴയുള്ളത്. അതിശക്തമായ മഴ ഇടയ്ക്ക് മാത്രമാണ് പെയ്യുന്നത് വലിയ ശക്തിയോടുകൂടി തന്നെയാണ് പെയ്യുന്നത്. അതോടൊപ്പം തന്നെ ശക്തമായ കാറ്റും വീശുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പുകളൊക്കെയും അതങ്ങനെ അതേപടി തന്നെ നിൽക്കുന്നു. രാത്രികാല നിരോധനം, പ്രത്യേകിച്ച് മൂന്നാർ ഗ്യാപ് റോഡ് വഴിയുള്ള രാത്രികാല യാത്രയുടെ നിരോധനം അങ്ങനെ നിലനിൽക്കുന്നു. അപകടകരമായ മേഖലകളിലേക്ക് പോകരുത് എന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്തരം സാഹസിക വിനോദങ്ങളിൽ ഏർപ്പെടരുത് എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്തരം നിർദ്ദേശങ്ങളും ജാഗ്രതയും ഒക്കെ ഇപ്പോഴും തുടരുകയാണ്. കാര്യം ഇന്നും ഓറഞ്ച് അലേർട്ടാണെന്ന് വരുന്ന മണിക്കൂറുകളിൽ അങ്ങനെ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത ഇടുക്കിയിൽ തുടരുന്നുണ്ട്. അലേർട്ടുകളെല്ലാം പാലിച്ചുകൊണ്ട് മാത്രം ആളുകൾ യാത്ര ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ആൽവിൻ, ഒരു കാര്യം കൂടി, ഇടുക്കിയിൽ തണുപ്പ് എങ്ങനെയുണ്ട്? സ്വാഭാവികമായും മഴക്കാലമല്ലേ പിന്നിൽ നല്ല തണുപ്പ് ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. പലയിടങ്ങളിലും ഹൈറേഞ്ചിലേക്ക് വരുമ്പോൾ നല്ല തണുപ്പുണ്ട്. ഏതായാലും ലോ റേഞ്ചിലേക്ക് അത്ര തണുപ്പ് ബാധിക്കുന്നില്ല എങ്കിൽ പോലും ഹൈറേഞ്ചിൽ പലയിടങ്ങളിലും അപ്പോൾ വളരെ മനോഹരമായ ഒരു കാലാവസ്ഥയാണ്. പക്ഷേ കാലാവസ്ഥയുടെ മനോഹാരിത നമ്മൾ അതേപോലെ തന്നെ നിലനിർത്തുന്നതിന് നമ്മൾ സുരക്ഷിതരായിരിക്കുക, അത് അനുഭവിക്കാൻ വേണ്ടി നമ്മൾ സുരക്ഷിതരായിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. താങ്ക് യു. ആൽവിൻ തോമസ് ആണ് ഈ വാർത്താ പ്രഭാതത്തിൽ ഇടുക്കിയിലെ മനോഹരമായ ഒരു ദൃശ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ, ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് മുല്ലപ്പെരിയാറിൻ്റെ ജലനിരപ്പുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.